നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്വതന്ത്ര തൊഴിലാളികൾ AIPയുമായി യോജിച്ചു നീങ്ങാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ബാലാവകാശ വാരാചരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനവും ശിശുദിനാഘോഷവും വെങ്ങല്ലൂർ TMUP സ്കൂളിൽ നടന്നു. ഇടുക്കി അഡീഷണൽ ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 17 രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയും തൊടുപുഴ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലോക പ്രമേഹ രോഗ ദിനം ആചരിച്ചു. സെന്റ് മേരീസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബിനിത ബേബി സന്ദേശം നൽകി. വാർത്തകൾ വിശദമായി. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്വതന്ത്ര തൊഴിലാളികൾ AIPയുമായി യോജിച്ചു നീങ്ങാൻ തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തേയിലത്തോട്ടങ്ങളിലെ തൊഴിൽ ചൂഷണങ്ങൾ പുറം ലോകത്ത് എത്തിക്കുന്നതിനു കൂടി വേണ്ടിയാണ് AIPയുമായി സഹകരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായി ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളെ തങ്ങൾ പിന്താങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്വതന്ത്ര തൊഴിലാളികളും AIPയുമായി യോജിച്ചു നീങ്ങാൻ തീരുമാനിച്ചതായി നേതാക്കൾ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള തോട്ടം തൊഴിലാളികൾക്ക് മാത്രം DA നൽകുന്നില്ലെന്ന് മാത്രമല്ല നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പൈസ DA നൽകുന്നുണ്ട്. മറ്റ് തൊഴിലാളികളിൽ നിന്നും തോട്ടം തൊഴിലാളികൾക്കുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളൊരു കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് മാത്രം DA കുറവും മറ്റുള്ളവർക്ക് നിയമപ്രകാരമുള്ള DA ലഭിക്കുന്നു. അതിന്റെ അകത്ത് ഇവരുമായി ഞങ്ങൾ കൺഫ്രണ്ടേഷൻ നടത്തി. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്, തോട്ടം തൊഴിലാളികൾക്കിടയിലെ യൂണിയനും ലേബർ കമ്മീഷണറും തോട്ട ഉടമകളും ചേർന്നുള്ള ഒരു നെക്സസ് ആണ് ഈ നിയമവിരുദ്ധമായി തൊഴിലാളികളെ വഞ്ചിക്കുന്നതിന് കാരണം. അതിന്റെ വിശദാംശങ്ങൾ ഇദ്ദേഹം പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ഞങ്ങള് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഈ വിഷയം സമൂഹത്തിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുകയാണ്. തങ്ങൾ രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിന്മേൽ ലേബർ കമ്മീഷണർ 2024 മെയ് 15 പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി മീറ്റിംഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ തൊഴിലാളികൾക്ക് 141 പൈസയ്ക്ക് അർഹതയുണ്ടെന്നും 36.66 പൈസ മാസവേതനക്കാർക്ക് അർഹതയുണ്ടെന്നും രേഖപ്പെടുത്തി സമർപ്പിക്കുകയും ചെയ്തു. നിയമത്തിന് മുന്നിൽ ഞങ്ങൾ തുല്യരാകുന്നത് എവിടെയാണെന്നും നേതാക്കൾ ചോദിച്ചു. തോട്ടം തൊഴിലാളികൾക്ക് തുല്യ സംരക്ഷണം വേണമെന്നും തൊഴിലാളികളോട് കാണിക്കുന്ന അനീതിക്കുമെതിരെയാണ് ആം ആദ്മി പാർട്ടിയെ പിന്താങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും അവർ അറിയിച്ചു. ഇക്കാര്യത്തിൽ തുറന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏക ദേശീയ പാർട്ടി AIP മാത്രമാണ്. ഇതുകൂടാതെ തേയിലത്തോട്ട തൊഴിലാളി മേഖലയിൽ നടന്നുവരുന്ന വിവിധ തൊഴിൽ ചൂഷണങ്ങൾക്ക് പുറം ലോകത്ത് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി AIPയുമായി സഹകരിക്കുന്നതിന് പിന്നിലുണ്ടെന്നും അവർ പറഞ്ഞു. അതിന്റെ ആദ്യപടിയായി ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളെ പിന്താങ്ങുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സമയത്ത് സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെച്ചിരുന്ന ഡിമാൻഡ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചു പോയാൽ അവർ ഏത് പാർട്ടിയോ ആ പാർട്ടിയിലോട്ട് ലഭിക്കുന്നതോ പേടിയുള്ളത് കാരണം കൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ മത്സരിക്കുന്നത് ഇപ്പം ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണ് മത്സരിക്കുന്നത്. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ പരിപൂർണമായിട്ട് അത് ഞങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് പരിപൂർണമായിട്ട് സപ്പോർട്ട് അവരെ നൽകണമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് കരീം രാമർ, കിസാൻ വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ മാത്യു ജോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് തമ്പി അഗസ്റ്റിൻ, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ബാബു, മുനിസിപ്പൽ പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ്, സെക്രട്ടറി ദീപു ഇരുമ്പുപാലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ബാലാവകാശ വാരാചരണത്തിന് തുടക്കമായി. നവംബർ 20 വരെയാണ് ബാലാവകാശ വാരാചരണം നടത്തുന്നത്. വാരാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും ശിശുദിനാഘോഷവും വെങ്ങല്ലൂർ TMUP സ്കൂളിൽ നടന്നു. ഇടുക്കി അഡീഷണൽ ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ VI നിഷ അധ്യക്ഷത വഹിച്ചു.
ഇടുക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് PS സുമി മുഖ്യപ്രഭാഷണം നടത്തി. വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ മേഖലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ബാലാവകാശ വാരാചരണം 2025 തുടക്കമായി. നവംബർ 14 മുതൽ 20 വരെയാണ് വാരാചരണം നടത്തുന്നത്. വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ മേഖലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ അവകാശ സംരക്ഷണം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാനായി ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രചരണം, വിവിധ തലത്തിലുള്ള കർത്തവ്യവാഹകർക്ക് ബോധവൽക്കരണ പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ശിശുദിന ആഘോഷവും വെങ്ങല്ലൂർ TMUP സ്കൂളിൽ നടന്നു. ഇടുക്കി അഡീഷണൽ ജില്ലാ ജഡ്ജി ആഷ് കേബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ VI നിഷ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് PS സുമി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം KA സുലൈമാൻകുട്ടി ശിശുദിന സന്ദേശം നൽകി. ഇടുക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അനിൽ J, അഡ്വക്കേറ്റ് രഹന PA, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജോമറ്റ് ജോർജ്, TMUPS ഹെഡ് മിസ്ട്രസ് സ്വപ്ന MR, MPTA പ്രസിഡന്റ് സൂര്യ സുരേഷ്, SMC ചെയർമാൻ ഷമീർ കുഞ്ചാവേടൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായുള്ള നിയമ സംവിധാനങ്ങളെപ്പറ്റിയുള്ള ബോധവൽക്കരണ പരിപാടി നൈസി ജോസഫ് നയിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ, മത്സരങ്ങൾ എന്നിവ നടന്നു. പരിപാടികൾക്ക് ഇടുക്കി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉദ്യോഗസ്ഥരായ അമലു മാത്യു, ജാക്വലിൻ തങ്കച്ചൻ, ജോസ്ന ജോർജ്, ശ്രീരേഖ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 17 രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രകടനത്തിന് ശേഷം നടക്കുന്ന ഹോട്ടൽ എക്സ്പോ MM മണി MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രി GR അനിൽ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. ഭക്ഷ്യോൽപാദന വിതരണ രംഗത്ത് പ്രവർത്തിക്കുകയും കേരളത്തിന്റെ ടൂറിസത്തിന് ഏറെ സംഭാവന നൽകുകയും ചെയ്തുവരുന്ന ഹോട്ടൽ വ്യവസായം വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഇത്തവണ രാജാക്കാട്ടിൽ വിപുലമായ രീതിയിൽ നടത്തും. 17 രാവിലെ 10:30 പതാക ഉയർത്തും. ഉച്ചകഴിഞ്ഞ് 2:30 ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി നടക്കുന്ന പ്രകടനത്തിന് ശേഷം ഹോട്ടൽ എക്സ്പോ സംഘടിപ്പിക്കും. MM മണി MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച 17-ാം തീയതി രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ സാറ്, നമ്മുടെ സ്വന്തം മിനിസ്റ്ററായ റോഷി സാറ്, നമ്മുടെ MP ഡീൻ കുര്യാക്കോസ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മണിയാശാൻ MLA, നമ്മുടെ A രാജ MLA, ഒപ്പം തന്നെ നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പൊതുവാൾ സാറ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി G ജയപാൽ, ട്രഷറർ ഷെരീഫ് ക അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വിപുലമായ ഒരു പരിപാടികളോട് കൂടിയാണ് രാജാക്കാട് വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നമ്മുടെ സംഘടന നടത്തി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കാരുണ്യ പദ്ധതി നമ്മൾ രൂപം കൊടുക്കുന്നുണ്ട്. നമ്മുടെ അംഗങ്ങൾക്ക് ഒരു സുരക്ഷാ പദ്ധതിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാൽ 10 ലക്ഷം രൂപ കുടുംബത്തിനെത്തിക്കുന്ന ഒരു സുരക്ഷാ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പ്രവർത്തകർ ആവേശത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതും സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സമ്മേളനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളും വളരെ ആവേശത്തോടെ ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം അവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പോസ്റ്റർ പ്രചരണത്തിലായാലും കൊടികൾ സ്ഥാപിച്ച് പ്രചരണം നടത്തുന്ന കാര്യത്തിലായാലും കട്ടൗട്ടറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും എല്ലാം വളരെ ആവേശത്തോടെ ഒരു ഉത്സാഹത്തെ പ്രതീതിയോടെയാണ് ഈ സമ്മേളനത്തെ ഇവർ എല്ലാവരും വരവേറ്റുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന പരിപാടികൾ കഴിഞ്ഞാൽ 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ
10 മണിക്ക് തന്നെ പതാക ഉയർത്തി പരിപാടി ആരംഭിക്കും. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കൂടി ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഈ സമ്മേളനത്തിൽ വരുന്നവർക്കും അതിന് വെളിയിലുള്ളവർക്കും എല്ലാം വന്ന ആ സൗജന്യ മെഡിക്കൽ ക്യാമ്പിനെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ 3 മണിക്ക് പൊതുപ്രകടനം ആരംഭിക്കുകയാണ്. രാജാക്കാട് നാളിതുവരെ കാണാത്ത തരത്തിലുള്ള വ്യാപാരികളുടെ ഏറ്റവും വലിയൊരു പ്രകടനമാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രകടനത്തെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ആ പ്രകടനത്തെ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ നേതൃത്വം നൽകും. ഏകദേശം 1000-ഓളം വരുന്ന ആളുകളെ പങ്കെടുപ്പിക്കുന്ന വളരെ വലിയൊരു പ്രകടനമായിരിക്കും അത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. MLA-മാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, മത, സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MS അജി, സ്വാഗത സംഘം ചെയർമാൻ KM ജോർലി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PJ ജോസ്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ, ജെയിംസ് മാങ്ങാത്തൊട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയും തൊടുപുഴ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലോക പ്രമേഹ രോഗ ദിനം ആചരിച്ചു. സെന്റ് മേരീസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബിനിത ബേബി സന്ദേശം നൽകി. സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ മാത്യു എബ്രാഹിം, തൊടുപുഴ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മെർലിൻ ഏലിയാസ്, സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടറും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ തോമസ് എബ്രാഹിം എന്നിവർ സംസാരിച്ചു. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയും തൊടുപുഴ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലോക പ്രമേഹ രോഗ ദിനം ആചരിച്ചു. സെന്റ് മേരീസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബിനിത ബേബി പ്രമേഹ ദിന സന്ദേശം നൽകി. ഡയബറ്റിക് ആണെന്ന് അറിവ് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. പലർക്കും ഉള്ളതാണ് ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും ഒപ്പിയിൽ വരുമ്പോൾ ഏറ്റവും കൺവിൻസ് പാടായിട്ടുള്ള കാര്യം അവരൊന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, ജീവിതകാലം മുഴുവൻ എന്തായാലും കഴിക്കാനുള്ള മരുന്നല്ലേ ഡോക്ടർ, എന്നാ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയാൽ പോരെന്ന്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ എത്ര കൺട്രോൾ ആയിട്ടാണോ ആദ്യം മുതലേ നിൽക്കുന്നത്, ഡയബറ്റീസിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് അത്രയും തള്ളി നിൽക്കാൻ വേണ്ടി പറ്റും. സപ്പോസ് എന്റെ ഷുഗേഴ്സ് ഒരു കൺട്രോളും ഇല്ലാണ്ട് നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ കാലിന്റെ ഞരമ്പിനെ ബാധിക്കുക, കിഡ്നിയെ ബാധിക്കുക, ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം എന്റെ ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ എനിക്ക് മേ ബി ഒരു 3-4 ഇയേഴ്സിനുള്ളിൽ വരുന്നതായിരിക്കും. പക്ഷെ ഞാൻ എന്റെ ഷുഗർ കൺട്രോൾ ചെയ്ത് റെഗുലർ ഫോളോ അപ്സിൽ എന്റെ ഡയറ്റും ലൈഫ് സ്റ്റൈലും എല്ലാം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മേ ബി ഒരു 5-10 കൊല്ലത്തിലോട്ട് എന്റെ ഈ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുൻപ് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലായിരുന്നു പ്രമേഹം കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും അധികമായി കാണുന്നുണ്ടെന്ന് സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ മാത്യു എബ്രഹാം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരില് പ്രമേഹം അധികമായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ പ്രമേഹ ബോധവൽക്കരണത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരികയാണ്. അതുകൊണ്ട് 30 വയസ്സിൽ താഴെ 20 വയസ്സിന് മുകളിൽ പ്രമേഹ രോഗികളെന്ന് കാണുന്നു വരുന്നു. 30 വർഷം മുമ്പ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 40 വയസ്സിന് മുകളിൽ പാരമ്പര്യമായിട്ട് രോഗമുള്ളവരുടെ വീട്ടിൽ മാത്രമേ പ്രമേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിതശൈലി മാറ്റങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ വ്യായാമത്തിന്റെയും ചേഞ്ചസ് കൊണ്ട് ഇന്ന് 20 വയസ്സ് മുതൽ പ്രമേഹ രോഗികളെ നമ്മൾ ഈ നമ്മുടെ പ്രാക്ടീസിൽ കാണുന്നുണ്ട്. പ്രമേഹ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടറും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ തോമസ് എബ്രഹാം പറഞ്ഞു. ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖം ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസീസ്. നമ്മൾ വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡയബറ്റീസിന്റെ പ്രിവെൻഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം കൺസംഷൻ ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്നത്. അതായത് ലോ ബർത്ത് വെയിറ്റ്, ആഡിക്വേറ്റ് മെറ്റേണൽ ന്യൂട്രീഷൻ കിട്ടാത്തവർക്ക് ഉണ്ടാകുന്ന പിള്ളേർക്ക് കൂടുതൽ ചെറുപ്പത്തില് ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഉണ്ടായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ കാണുന്നത്. സോ ഡ്യൂറിംഗ് പ്രഗ്നൻസി ആഡിക്വേറ്റ് മെറ്റേണൽ ന്യൂട്രീഷൻ കൊടുക്കുകയാണെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് പ്രിവെന്റ് ചെയ്തിട്ട് ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാം. ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ഡോക്ടർ പ്രേംകുമാർ, തൊടുപുഴ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മെർലിൻ ഏലിയാസ്, ഡോക്ടർ നിവേദ്, സെന്റ് മേരീസ് ആശുപത്രി GM ക്യാപ്റ്റൻ JC ജോസഫ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ പ്രചാരണം സജീവമാക്കി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ബേസിൽ ജോൺ മത്സരിക്കുന്നത്. കരിമണ്ണൂർ ഡിവിഷൻ ഉൾപ്പെടുന്ന കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആലക്കോട്, ഇടവെട്ടി, കോടിക്കുളം പഞ്ചായത്തുകളിലെ ആളുകളെ നേരിട്ട് കണ്ടും പ്രചാരണ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ടുമാണ് പ്രചരണം തുടങ്ങിയത്. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയായി സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച വോയിസ് ഓഫ് വുമണിന്റെ സംസ്ഥാന കോർഡിനേറ്ററുമാണ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ പ്രചാരണം സജീവമാക്കി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ബേസിൽ ജോൺ മത്സരിക്കുന്നത്. കരിമണ്ണൂർ ഡിവിഷനിൽ ഉൾപ്പെടുന്ന കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആലക്കോട്, ഇടവട്ടി, കോടിക്കുളം പഞ്ചായത്തുകളിലെ ആളുകളെ നേരിട്ട് കണ്ടും പ്രചാരണ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ടുമാണ് പ്രചാരണം തുടങ്ങിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമൊക്കെയായിരുന്ന ബേസിൽ ജോൺ കരിമണ്ണൂർ ഡിവിഷനിലെ വികസന സാധ്യതകളും കാലങ്ങളായി ജില്ലാ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന പണത്തിന്റെ പകുതിയോളം ഭാഗം പാഴാക്കി കളയുന്ന കാര്യവുമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ തൊമ്മൻകുത്ത് നിന്ന് 2 റാലി, പദയാത്രയായി, വാഹന റാലിയായി 2 റാലി ആരംഭിച്ചു. ഇത് 2 കണ്ടവരാണ് തൊമ്മൻകുത്തിലെ നിവാസികൾ. LDFന്റെയും UDFന്റെയും. ഞാൻ ആ സംവിധാനത്തെ ഒന്ന് കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഈ പഞ്ചായത്ത് 5 വർഷം ഭരിക്കുമ്പോൾ റാലി നടക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന അവസാനത്തെ 2 മാസങ്ങളിൽ മാത്രമാണ്. എല്ലാവർക്കും അറിയാം. പാതിവില തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയായി സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച വോയിസ് ഓഫ് വുമണിന്റെ സംസ്ഥാന കോർഡിനേറ്ററുമാണ് ബേസിൽ ജോൺ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വിമല സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി അക്ഷരത്തിന്റെ ആകൃതിയിൽ കുട്ടികൾ അണിനിരക്കുകയും ജവഹർലാൽ നെഹ്റുവിന്റെ വേഷത്തിലെത്തിയ കുട്ടിയെ പുഷ്പങ്ങൾ നൽകി സ്കൂളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൊതുസമ്മേളനത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ശിശുദിനാഘോഷം നടത്തി. പട്ടാളക്കാരുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്കൂൾ അങ്കണത്തിലേക്ക് പ്രവേശിച്ച ജവഹർലാൽ നെഹ്റുവിനെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. വിമല സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി അക്ഷരത്തിന്റെ ആകൃതിയിൽ അണിനിരുന്ന കുട്ടികളുടെ മധ്യത്തിലേക്ക് ചാച്ചാജി വന്നിറങ്ങിയത് കുട്ടികൾക്കും കൗതുകമായി. ജയ് വിളിച്ചും പൂക്കൾ കൊടുത്തും നെഹ്റുവിനെ കുട്ടികൾ സ്വീകരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ, സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ സ്റ്റാനി എന്നിവർ സന്നിഹിതരായിരുന്നു. അതുപോലെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. കുഞ്ഞു മക്കളുടെ ദിവസമാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസം, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ദിവസം. നിങ്ങൾക്ക് പപ്പയും മമ്മിയും ഒക്കെ വീട്ടിൽ നിന്ന് പറയണം, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ പറയണം. പിന്നീട് നടന്ന പൊതുസമ്മേളനത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി. രാജകുമാരി കുളപ്പാറച്ചാൽ അംഗൻവാടിയിലെ ശിശുദിനാഘോഷ പരിപാടികൾ ഗ്രാമോത്സവമായി മാറി. കുളപ്പാറച്ചാൽ ടൗണിൽ നിന്നും അംഗൻവാടിയിലേക്ക് നടന്ന ശിശുദിന റാലിക്ക് ശേഷം പൊതുസമ്മേളനം നടന്നു. രാജകുമാരി NSS കോളേജ് പ്രിൻസിപ്പൽ N പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി ബാസലോണ പൗലോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആന്റണി മുനിയറ മുഖ്യ പ്രഭാഷണം നടത്തി. അംഗൻവാടി അധ്യാപിക മിനി ജോർജ്, ഹെൽപ്പർ സിസിലി NV എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാജകുമാരി കുളപ്പാറച്ചാൽ അംഗൻവാടിയിൽ നടന്ന ശിശുദിനാഘോഷ പരിപാടികൾ വർണ്ണശബളമായി. കുളപ്പാറച്ചാൽ ഗ്രാമത്തിലെ നാട്ടുകാരും പരിപാടികളിൽ പങ്കുചേർന്നു. നിരവധി കുട്ടികൾ ചാച്ചാജിമാരായി റാലിയിൽ അണിനിരുന്നു. ജയ് ജയ് ശിശുദിനം, ജയ് ജയ് ശിശുദിനം, ജയ് ജയ് ചാച്ചാജി, കുളപ്പാറച്ചാൽ ടൗണിൽ നിന്നും അംഗൻവാടിയിലേക്ക് നടന്ന ശിശുദിന റാലിക്ക് ശേഷം പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. രാജകുമാരി NSS കോളേജ് പ്രിൻസിപ്പൽ N പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി ബാസലോണ പൗലോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആന്റണി മുനിയറ മുഖ്യ പ്രഭാഷണം നടത്തി. CDPO ശൈലജ VK പ്രവർത്തന പദ്ധതി വിശദീകരണം നടത്തി. ICDS സൂപ്പർവൈസർ സിനിമോൾ NR, റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ PS വത്സല, JPN TG സിന്ധു,
ജോർജ് അരിപ്ലാക്കൽ, അഷ്മൽ എന്നിവർ പ്രസംഗിച്ചു. രാജകുമാരി JCA, രാജകുമാരി NSS കോളേജ്, NCC യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. അംഗൻവാടി അധ്യാപിക മിനി ജോർജ്, ഹെൽപ്പർ സിസിലി NV എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ഹെഡ്മിസ്ട്രസ് TS വർഷ ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് VR റീന മുഖ്യപ്രഭാഷണം നടത്തി. പ്രസംഗം, ശിശുദിനപ്പാട്ട്, ഡാൻസ്, ആക്ഷൻ സോങ് തുടങ്ങി വിവിധ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ ശിശുദിന പതിപ്പിന്റെ ഉദ്ഘാടനം വിദ്യാരംഗം കൺവീനർ സിബി കെ ജോർജ് നിർവഹിച്ചു. കുട്ടികളുടെ ശിശുദിന റാലിയും നടത്തി. അധ്യാപകരായ സിന്ധു AN, സജിത PC, ബഷീറ UF, കൊച്ചുറാണി ജോയി, ഷഹന, ഷൈല എന്നിവർ നേതൃത്വം നൽകി. ചൂടി വരുന്നിട ചാച്ചാജി, എന്റെ ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ. കേരള പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം നടത്തി. നെടുമറ്റം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനീഷ് P. ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. കേരള പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം നടത്തി. നെടുമറ്റം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനീഷ് P. ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് ഞങ്ങളൊക്കെ ശിശുദിനത്തിന്, ഞങ്ങൾക്ക് ഇവിടെ മുതിർന്ന ഞങ്ങളെല്ലാം പണ്ട് സ്കൂളിൽ ശിശുദിനത്തിനന്ന് ഇവിടെ കൂടെ എല്ലാം റാലിയായിട്ട്, തൊട്ടടുത്തുള്ള കവലയിലെ റാലിയായിട്ട് കുട്ടികളെല്ലാവരും ജയ് ചാച്ച നെഹ്റു എന്ന് പറഞ്ഞിട്ട് പ്രകടനമായിട്ട് നമ്മൾ പോയി തിരിച്ച് സ്കൂളിലോട്ട് വരികയും അതുപോലെ തന്നെ ഒരു നാരങ്ങകളൊക്കെ നമുക്ക് തരുന്നൊരു എന്നായിരുന്നു പണ്ട് ശിശുദിനം ആചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം, ചൂടുമെല്ലാം മൂലം, സർക്കാർ ഉത്തരവ് മൂലം റാലി വേണ്ട തീരുമാനിച്ചു. അതുകൊണ്ട് സ്കൂളിലെ പരിപാടി കൊണ്ട് ഇപ്പം അവസാനത്തെ കലാപരിപാടികളായിട്ട് നെഹ്റുവിനെ ഓർമ്മിക്കുന്ന ഇതിലോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പ്രസംഗം സൂചിപ്പിച്ച പോലെ തന്നെ ചാച്ചാൻ്റെ കൊണ്ട് കഴിയുമ്പോൾ 136 വർഷമായിരുന്നു ഇപ്പം നെഹ്റു ജനിച്ചിട്ടിപ്പോൾ. നെഹ്റുവിൻ്റെ ജീവിതകാലം തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും മുതൽ നെഹ്റു പിതാമഹനിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകനായിരുന്നു. ആ അഭിഭാഷകന്റെ മകനായ നെഹ്റുവിന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു അഭിഭാഷകൻ തന്നെ ആക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വിദേശത്ത് പോയി പഠിപ്പിച്ച് യുകെയിലെല്ലാം പഠിച്ച് തിരിച്ച് സ്വന്തം പിതാവിനോടൊപ്പം അഭിഭാഷക വൃത്തി ചെയ്യുന്നതിനിടയിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പർവ്വത പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായ ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ചാച്ചാ നെഹ്റു ഏറ്റെടുക്കാനുണ്ടായി. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ടോമി പൂച്ചാലിൽ, കമ്മിറ്റി അംഗം PS സജിമോൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി PG സനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രഞ്ജിനി സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുമറ്റം.
കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 72ാമത് സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ പതാക ഉയർത്തി. സെക്രട്ടറി KV ഉഷാകുമാരി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ CA റഹീം, KM എൽദോസ്, KM റസാഖ്, സിജി വില്യം തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ സഹകരണ മേഖലയുടെ ഉന്നമനത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഈ സഹകരണ വാരാഘോഷത്തിന് ഇന്ന് ഇവിടെ പതാക ഉയർത്തി കേരളത്തിലെമ്പാടും എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളിലും ഇതുപോലെ നമ്മൾ വാരാഘോഷം സംഘടിപ്പിക്കുകയാണ്. സഹകരണ മേഖലയാണ് പൊതുജനങ്ങളുടെ സഹകരണ മേഖലയിലുള്ള എല്ലാ ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വളർച്ചയ്ക്കും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല. അത് ജനത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹകാരികളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായി സഹകരണ പ്രസ്ഥാനം മാറട്ടെ. അതിനുവേണ്ടിയിട്ടാണ് സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. പന്നിമറ്റം അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂളും ജയറാണി കിൻഡർ ഗാർഡനും സംയുക്തമായാണ് ശിശുദിനം ആഘോഷിച്ചത്. വർണ്ണാഭമായ ശിശുദിന റാലിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ റോസ് മരിയ SABS, അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂബിയാൻസ് SABS, ജയറാണി കിൻഡർ ഗാർഡൻ പ്രധാന അധ്യാപിക സിസ്റ്റർ മേഴ്സിറ്റ SABS, പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജേക്കബ് റാത്തപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു. പന്നിമറ്റം അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. ഈ വർഷത്തെ ശിശുദിനാഘോഷം അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂളും ജയറാണി കിൻഡർ ഗാർഡനും സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചത്. ശിശുദിന റാലിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് പൊതുയോഗം നടത്തി. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ റോസ് മരിയ SABS യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക ജിസ്ന ജോബി സ്വാഗതം ആശംസിച്ചു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജേക്കബ് റാത്തപ്പള്ളിൽ ആശംസ നേർന്നു. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ചാച്ചാജി. ആരാണ് ഈ പ്രധാനമന്ത്രി? ആരാണ് ഈ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? ആ രാജ്യത്തെ നോക്കുന്നയാള് മിടുക്കൻ. എന്നിട്ട് നല്ല കൈയ്യടി കൊടുത്തേ. നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ആളാണ് അല്ലെ? രാജ്യത്തിന്റെ ഫസ്റ്റ് പേഴ്സൺ, ഒന്നാമത്തെ ആളാരാ? പ്രധാനമന്ത്രിയാണോ? അല്ല, പ്രസിഡന്റ് ആണ് അല്ലെ? പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക KJ മഞ്ജു യോഗത്തിൽ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി. ജെറാണി കിൻഡർ ഗാർഡൻ പ്രധാന അധ്യാപിക സിസ്റ്റർ മേഴ്സിറ്റ SABS കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. പൊതുയോഗത്തിനും കലാപരിപാടികൾക്കും ശേഷം മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂബിയാൻസ് SABS നന്ദി രേഖപ്പെടുത്തി. നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നമ്മൾ നിറഞ്ഞൊരു ചാച്ചാജി. अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്വതന്ത്ര തൊഴിലാളികൾ AIPയുമായി യോജിച്ച് നീങ്ങാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ബാലാവകാശ വാരാചരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനവും ശിശുദിനാഘോഷവും വെങ്ങല്ലൂർ TMUP സ്കൂളിൽ നടന്നു. ഇടുക്കി അഡീഷണൽ ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 17 രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയും തൊടുപുഴ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലോക പ്രമേഹ രോഗ ദിനം ആചരിച്ചു. സെന്റ് മേരീസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബിനിത ബേബി സന്ദേശം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.